ക്ഷേത്രവിശേഷങ്ങളിൽ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമിയുടെ ഐതിഹ്യമാണ്. മഹാദേവന് ചണ്ഡാലകുലത്തിൽ പിറക്കുന്ന പുത്രനാൽ മാത്രമേ തന്റെ മരണം സംഭവിക്കാവൂ എന്ന വരം നേടിയ ജലന്ധരൻ എന്ന അസുരൻ 3 ലോകവും ഭയപ്പെടുത്തുകയും അടിമപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്തു. 12 വർഷത്തിലൊരിക്കൽ പള്ളി നായാട്ടിനു പോയ പരമശിവൻ വനത്തിനുള്ളിൽ നിന്നും ഗന്ധർവ കിന്നര സാന്നിധ്യമുള്ള ഒരു ഗാനം കേട്ടു. ദേവീഭക്തയും വേടതരുണിയുമായ കൂളിവാക എന്ന സുന്ദരിയായിരുന്നു അത്. കൂളിവനത്തിന്റെ ആ ഏകാന്തതയിൽ വെച്ച് മാരവൈർസ്യാണെങ്കിലും ഭഗവാൻ ശ്രീ പരമേശ്വരൻ കാമപരവശനായി എല്ലാം മറന്നു കൂളിവാക എന്ന സുന്ദരിയെ പ്രാപിക്കുവാൻ നിശ്ചയിക്കുകയും അവളോട് തന്റെ ആഗ്രഹം ഉണർത്തിക്കുകയും ചെയ്തു. തന്റെ മുൻപിൽ നായാട്ടുവേഷത്തിൽ നിൽക്കുന്നത് മഹാദേവനാണെന്ന് തിരിച്ചറിഞ്ഞ കൂളിവാക ആകെ ഭയന്നുപോയി. ഭഗവാന്റെ ഇംഗിതത്തിന് വഴങ്ങിയില്ല എങ്കിൽ ഭഗവാൻ കോപിക്കും. എന്നാൽ ജന്മം കൊണ്ട നാൾ മുതൽ പാർവതീദേവിയെ മാത്രം ഭജിക്കുന്ന അവൾക്ക് ദേവിയെ ചതിക്കാനും കഴിയില്ലായിരുന്നു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഭഗവാനോടവൾ പറഞ്ഞു, ഇപ്പോൾ താൻ അശുദ്ധയാണെന്നും 7 ദിവസത്തിനു ശേഷം വരാനും. അപ്പോൾ ഭഗവാന്റെ ആഗ്രഹം നിറവേറ്റിത്തരാമെന്ന് വാക്കും കൊടുത്തു. എന്നാൽ പാർവതീഭക്തയായ കൂളിവാക കാത്തുനിൽക്കാനുള്ള ഭഗവാന്റെ കൽപ്പന കാമമോഹിതമാണെന്നും ഇഷ്ടദേവിയുടെ നാഥനെ പ്രാപിക്കുന്നത് മഹാപാപമാണെന്നും തിരിച്ചറിഞ്ഞു വല്ലാതെ വിഷമിച്ചു. അവൾ തന്റെ ആരാധ്യയായ പാർവതീദേവിയെ സ്തുതിച്ചു. ഭക്തപ്രിയയായ ദേവി തൽക്ഷണം പ്രത്യക്ഷപ്പെട്ട് കാര്യമെല്ലാം ഗ്രഹിച്ചു. കൂളിവാകയുടെ നിഷ്കളങ്ക ഭക്തിയിൽ സംപ്രീതയായ ദേവി അവളെ ആശ്വസിപ്പിച്ചിട്ട് കൂളിവാകയുടെ പൂർവ്വകഥ അറിയിച്ചു. പൂർവ്വജന്മത്തിൽ കൈലാസത്തിലെ പരിചാരിണിയായിരുന്ന മനസ്വിനിയെന്ന യക്ഷിണിയായിരുന്നു കൂളിവാക. ഒരിക്കലവൾ ഉണ്ണിഗണപതിയെ മുലയൂട്ടി. തന്റെ പരിചാരിണിയായ യക്ഷിണി തന്റെ മകനെ മുലയൂട്ടിയെന്നറിഞ്ഞപ്പോൾ പാർവതീദേവിക്ക് സഹിച്ചില്ല. ഭൂമിയിലെ ചണ്ഡാലകുലത്തിൽ പിറക്കട്ടെയെന്ന് പാർവതി മനസ്വിനിയെ ശപിച്ചു. കോപമടങ്ങിയപ്പോൾ ദേവിക്ക് മനസ്വിനിയോട് സഹതാപം തോന്നി. ചണ്ഡാലകുലത്തിലെ ഉത്തമനായ ഒരുവന്റെ മകളായി ജനിക്കുമെന്നും കന്യകാത്വം നഷ്ടപ്പെടും മുമ്പ് ശിവപുത്രനെ മുലയൂട്ടാൻ ഭാഗ്യമുണ്ടായാൽ ശാപമോക്ഷമുണ്ടാകുമെന്നും ദേവി അന്നരുൾ ചെയ്തു. ഭഗവാൻ കൂളിവാകയെ കണ്ടുമുട്ടിയതും അവളിൽ കാമാതുരനായതും വിധിനിർണയമാണെന്നും മഹാദേവന് താൻ സ്വയം കൂളിവാകയുടെ സ്ഥാനം സ്വീകരിക്കുമെന്ന് ഗ്രാഹ്യമുണ്ടെന്നും അഹങ്കാരിയായ ജലന്ധരന്റെ നിഗ്രഹം ഒരു പുതിയ അവതാരത്തിലൂടെ നടക്കേണ്ട കാലമായെന്നും ദേവി അവളെ അറിയിച്ചു. അതിനാൽ പാർവതീദേവി വേടതരുണിയുടെ രൂപം ധരിച്ചു മായാകൂളിവാകയായി ശ്രീ പരമേശ്വരനെ സ്വീകരിച്ചുകൊള്ളാമെന്ന് അരുളി ചെയ്ത് ആ സാധ്വിയെ യാത്രയാക്കി. തന്റെ എല്ലാ ഭയാശങ്കകളും മാറിക്കിട്ടിയ കൂളിവാകയും സന്തുഷ്ടയായി. ഭഗവാൻ പരമേശ്വരന്റെ വരവും കാത്തു. വരിക്കപ്ലാവിന്റെ നീണ്ട കൊമ്പിൽ കെട്ടിയ വള്ളിയൂഞ്ഞാലിൽ മായാകൂളിവാക ആടിക്കൊണ്ടിരുന്നപ്പോൾ നായാട്ടുക്ഷീണവുമായി ഭഗവാൻ തിരികെയെത്തി. മായാകൂളിവാകയായ ശ്രീ പാർവതിയിൽ ജനിച്ച ശിശുവിന് നല്ലൊരു കാട്ടുപോത്തിൻ കുട്ടിയെ കാവലിനാക്കിയ ദേവി വളരുമ്പോൾ ശിശുവിന് വാഹനമായും ആ മഹിഷത്തെ നിയോഗിച്ചു. തിരികെ കൈലാസത്തിലെത്തിയ ഭഗവാൻ ശ്രീ പാർവതിയോട് ആ കുട്ടിയെ അനുഗ്രഹിച്ചതിനുശേഷം കൂളിവാകയെ ഏൽപ്പിക്കാൻ അരുളി ചെയ്തു. ഉടനെ തന്നെ കൂളിവനത്തിലെത്തിയ പാർവതീദേവി ശിശുവിന് ചാത്തൻ എന്ന് നാമകരണം ചെയ്ത് കൂളിവാകയ്ക്ക് കുഞ്ഞിനെ നൽകി. ചാത്തൻ 7 വയസ്സുവരെ കൂളിവാകയ്ക്കരികിൽ വളർന്നു. തന്റെ ഇഷ്ടവാഹനമായ പോത്തിൻ പുറത്തേറി ഇഷ്ടവാദ്യമായ ഈഴാറിയുമായി വനത്തിൽ വിഹരിച്ചിരുന്ന ചാത്തൻ മലയർക്ക് കണ്ണിലുണ്ണിയായിരുന്നു. മലയരുടെ കഷ്ടപ്പാടുകളിൽ ചാത്തൻ അവരോടൊപ്പം നിന്നു. വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്നും കാനനവാസികളെ രക്ഷിക്കുന്നതിൽ ചാത്തൻ ശ്രദ്ധാലുവായിരുന്നു. ചാത്തന് 7 വയസ്സ് തികഞ്ഞപ്പോൾ വനവാസികളെല്ലാവരും ചേർന്ന് അതിഗംഭീരമായ ഒരു സദ്യ നടത്തി. പിറന്നാൾ വിഭവങ്ങളൊരുക്കാൻ ചാത്തനും അവരോടൊപ്പം ചേർന്നു. അമൃതസമാനമായ ആ സദ്യ എല്ലാവർക്കും വളരെ ഇഷ്ടമായി. തദവസരത്തിൽ ത്രികാലജ്ഞാനിയായ നാരദൻ അവിടെയെത്തി. ചാത്തനെ കണ്ട് ആഹ്ലാദചിത്തനായ നാരദൻ അവന്റെ മാതാപിതാക്കൾ പാർവതീ പരമേശ്വരന്മാരാണെന്നും അവരെ കൈലാസത്തിൽ ചെന്ന് കണ്ട് അനുഗ്രഹം തേടണമെന്നും ഉപദേശിച്ചു. ജലന്ധര നിഗ്രഹമാണ് ചാത്തന്റെ അവതാരലക്ഷ്യമെന്നും അത് നിർവഹിക്കേണ്ട സമയമായെന്നും നാരദൻ ചാത്തനെയും കൂളിവാകയെയും അറിയിച്ചു. ജന്മരഹസ്യവും താൻ നിർവഹിക്കേണ്ട ദൗത്യവും മനസ്സിലാക്കിയപ്പോൾ അവന് അഭിമാനവും പരിഭ്രമവും ഒരേ സമയമുണ്ടായി. ബാല്യം പിന്നിടാത്ത തനിക്ക് ശക്തനായ ജലന്ധരനെ വധിക്കാനുള്ള ശക്തി കരഗതമാവണമെങ്കിൽ പാർവതീ പരമേശ്വരന്മാരുടെ അനുഗ്രഹം കൂടിയേ തീരൂ എന്ന് ചാത്തന് മനസ്സിലായി. യാത്രാനുമതിക്കായി അവൻ കൂളിവാകയെ സമീപിച്ചു. യാത്ര ചോദിക്കാനെത്തിയ ചാത്തനെ കൂളിവാക വാരിപ്പുണർന്നു. ഇന്നോളം തന്റെ മകനിൽ നിന്ന് അവന്റെ അച്ഛനമ്മമാർ ആരാണെന്ന കാര്യം മറച്ചുവെച്ചതിന് അവൾ മാപ്പിരുന്നു. വളർത്തമ്മയുടെയും തോഴരുടെയും അനുവാദത്തോടെ ചാത്തൻ കൈലാസത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു. മഹിഷത്തിന്റെ മുകളിൽ കയറി ഈഴാറ മോളിച്ചുകൊണ്ടുള്ള ഈ രൂപത്തിൽ തന്നെ നന്ദികേശനും കൂട്ടരും അകത്തേക്ക് വിടില്ലെന്ന് ചാത്തന് മനസ്സിലായി. തന്റെ മായാശക്തികളാൽ വിഷ്ണുരൂപം ഉടൻ കൈവരിച്ചു. വിഷ്ണുരൂപത്തിലെത്തിയ ചാത്തനെ നന്ദികേശൻ ശിവപാർവതിമാരുടെ സവിധത്തിലെത്തിച്ചു. ശിവസന്നിധിയിലെത്തിയ പുത്രനെ കണ്ട് അദ്ദേഹം അമ്പരന്നു. തന്റെ മാതാപിതാക്കളുടെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ച ചാത്തനെ ശിവപാർവതിമാർ ആലിംഗനം ചെയ്ത് മടിയിലിരുത്തി. വിഷ്ണുരൂപം മായയാൽ ധരിച്ച ചാത്തൻ അപ്പോൾ മുതൽ വിഷ്ണുമായ ചാത്തനായി.
ജലന്ധരവധത്തിനാവശ്യമായ എല്ലാ രഹസ്യങ്ങളും പരമശിവൻ വിഷ്ണുമായയ്ക്ക് പറഞ്ഞുകൊടുത്തു. ഒപ്പം ചാത്തനു വേണ്ട ആയുധാഭ്യാസവും മറ്റു വിദ്യകളും പറഞ്ഞുകൊടുത്തു. കൂടാതെ ബ്രഹ്മാവിൽ നിന്നും ഇഷ്ടവരം നേടി ഭൂമി വിറപ്പിച്ചിരുന്ന ഭൃംഗനെ നിഗ്രഹിക്കാനായി പാർവതി ചതുരുപായങ്ങളും അതിശക്തമായ കുറുവടികളും കൈലാസത്തിലെ ഏറ്റവും ശക്തനായ മഹിഷത്തെയും നൽകി ആശീർവദിച്ചു. തന്റെ അന്തകനാകാൻ വിഷ്ണുമായ സ്വാമി സജ്ജനായതറിയാതെ ദേവേന്ദ്രനിൽ നിന്നും ലഭിച്ച വരം കൊണ്ട് ശക്തിയാർജിച്ച ജലന്ധരൻ ത്രിലോകങ്ങളിലും ഭീതി പരത്തുകയായിരുന്നു. വരലബ്ധിയിൽ അന്ധനായ ജലന്ധരൻ നാരദന്റെ ഏഷണിയാൽ വശംവദനായി ശിവപത്നിയായ ശ്രീ പാർവതിയെ വേൾക്കാൻ തുനിഞ്ഞിറങ്ങി. കൈലാസത്തിലെത്തിയ ജലന്ധരൻ ശിവപരമാത്മാവിനെ യുദ്ധത്തിന് വിളിച്ചു. ശ്രീ പരമേശ്വരൻ വിഷ്ണുമായയെ അർത്ഥഗർഭമായൊന്നു നോക്കി. മാതാപിതാക്കളുടെ അനുഗ്രഹാശിസുകളോടെ വിഷ്ണുമായ സ്വാമി ജലന്ധരനോട് എതിരിട്ടു. തുടർന്നുണ്ടായ യുദ്ധത്തിൽ വിഷ്ണുമായ സ്വന്തം മായയാൽ മഹാവിഷ്ണുവിന്റെ ആയുധമായ സുദർശന ചക്രത്തിന്റെ രൂപം കൊള്ളുകയും ജലന്ധരനെ വധിക്കുവാനായി പിന്നാലെ പോകുകയും ചെയ്തു. ജലന്ധരൻ 3 ലോകത്തും പലയിടത്തും ഓടിയൊളിക്കാൻ തുടങ്ങി. അവസാനം കടലിൽ ഒളിച്ചു. പിന്തുടർന്നു വന്ന സുദർശന ചക്രത്തിന്റെ ജ്വാലയാൽ കടൽ ജലം തിളയ്ക്കാൻ തുടങ്ങി. ചൂട് സഹിക്കാൻ വയ്യാതെ കടലിൽ നിന്ന് പുറത്തുവന്ന ജലന്ധരൻ വധിക്കപ്പെടുകയും ചെയ്തു. ജലന്ധര നിഗ്രഹത്തോടെ വിഷ്ണുമായ സ്വാമിയുടെ ശത്രുനിഗ്രഹശേഷി എല്ലാ ലോകങ്ങളിലും പരക്കുകയും ചെയ്തു. ദേവേന്ദ്രൻ വിഷ്ണുമായ ചാത്തനെ സ്വർഗ്ഗലോകത്തേക്ക് ക്ഷണിച്ചു. എന്നാൽ ജനസേവനത്തിന്റെ മഹനീയ രംഗം ഭൂമിയിലാണെന്നും തന്റെ ദൗത്യം നിർവഹിക്കേണ്ടത് ഭൂമിയിലാണെന്നും അറിയിച്ചു. ഭഗവാൻ ശ്രീ വിഷ്ണുമായ സ്വാമി ഭൂമിയിലേക്ക് തിരിച്ചു. ഇതിനിടെ ഭൃംഗനെന്ന അസുരൻ വിഷ്ണുമായ സ്വാമിയുടെ വളർത്തമ്മയായ കൂളിവാകയെ സ്വന്തമാക്കാൻ ശ്രമിച്ചു. വിവരമറിഞ്ഞ വിഷ്ണുമായ ഭൃംഗാസുരനുമായി ഏറ്റുമുട്ടി. വലിയൊരു സൈന്യത്തിന്റെ പിൻബലം അസുരനുണ്ടായിരുന്നു. അനുചരൻ കരിങ്കുട്ടിയോടൊപ്പം വിഷ്ണുമായ സ്വാമി യുദ്ധത്തിൽ മുന്നേറി. പോരിനിടയിൽ വിഷ്ണുമായയ്ക്ക് മുറിവേറ്റു. രക്തം ഭൂമിയിൽ പതിച്ച മാത്രയിൽ അതിൽ നിന്ന് 400 കുട്ടിച്ചാത്തന്മാർ ജന്മമെടുത്തു. അപ്പോൾ ഭൃംഗാസുരൻ ബ്രഹ്മദത്തമായ 10 അസ്ത്രങ്ങൾ വിഷ്ണുമായയ്ക്കെതിരെ പ്രയോഗിച്ചു. ആ മാരകാസ്ത്രങ്ങൾ വിഴുങ്ങി 10 കുട്ടിച്ചാത്തന്മാർ ആത്മാഹുതി ചെയ്തു. ശേഷിച്ച 390 കുട്ടിച്ചാത്തന്മാർ ഭൃംഗന്റെ സൈന്യത്തെ കൊന്നൊടുക്കി. ഒടുവിൽ അതിശക്തമായ തന്റെ കുറുവടികൾ ചുഴറ്റിയെറിഞ്ഞു വിഷ്ണുമായ ഭൃംഗാസുരന്റെ കഥ കഴിച്ചു. ഇതാണ് പൊന്നുണ്ണി എന്ന് വിളിക്കുന്ന വിഷ്ണുമായ ചാത്തന്റെ പുരാണം. ഇതുപോലെയുള്ള ഐതിഹ്യങ്ങളും ക്ഷേത്രവിശേഷങ്ങളും അറിയുവാൻ വേണ്ടി ക്ഷേത്രവിശേഷങ്ങൾ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.